ഇന്ത്യക്കാരുടെ കുടിയേറ്റത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശരിയായ കാര്യം ചെയ്യുമെന്ന നയം വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശരിയായ കാര്യം ചെയ്യുമെന്ന ആത്മവിശ്വാസം തനിക്കുണ്ടെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തിങ്കളാഴ്ച നടത്തിയ സംഭാഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ഫെബ്രുവരിയിൽ മോദി US സന്ദർശിച്ചേക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാവിലെ അദ്ദേഹവുമായി ദീർഘനേരം സംസാരിച്ചു. ഫെബ്രുവരിയിൽ അദ്ദേഹം വൈറ്റ് ഹൗസ് സന്ദർശിച്ചേക്കും. ഇന്ത്യയുമായി വളരെ നല്ല ബന്ധമാണുള്ളത്. കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയവും മോദിയുമായി സംസാരിച്ചുവെന്നും അനധികൃതമായി US-ലെത്തിയ ഇന്ത്യക്കാരെ തിരിച്ചു സ്വീകരിക്കുന്ന കാര്യത്തിൽ മോദി ശരിയായത് തന്നെ ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് US പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദനം അറിയിച്ച് മോദി വിളിക്കുന്നത്. പ്രസിഡന്റായി അധികാരം ഏറ്റെടുത്ത ഒരാഴ്ചയ്ക്ക് ശേഷം ട്രംപുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് ട്രംപിന് മോദി അഭിനന്ദനം അറിയിച്ചത്. ഇരു രാഷ്ട്രങ്ങൾക്കും ഗുണകരമാകുന്ന വിശ്വസനീയവുമായ പങ്കാളിത്തത്തിന് ഇന്ത്യ എപ്പോഴും സന്നദ്ധനാണെന്ന് പ്രധാനമന്ത്രി സംഭാഷണത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈറ്റ് ഹൗസ് സന്ദർശിച്ചേക്കുമെന്ന് തന്നെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഫ്ലോറിഡയിൽ നിന്നും മടങ്ങുന്നതിനിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശിച്ചേക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി അറിയിച്ചത്. നരേന്ദ്രമോദിയുമായി ദീർഘനേരം സംഭാഷണത്തിൽ ഏർപ്പെടുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. കുടിയേറ്റം, വ്യാപാര ബന്ധങ്ങൾ, പ്രാദേശിക സുരക്ഷ എന്നിവയെക്കുറിച്ചുള്ള ഇരുവരും ചർച്ച ചെയ്യുമെന്നാണ് വിവരം ലഭ്യമാകുന്നത്. US-ഇന്ത്യ പങ്കാളിത്തവും ഇൻഡോ പസഫിക് ക്വാഡ് സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനും ഇരു നേതാക്കളും ഊന്നൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ആഗോള സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഇരു നേതാക്കളും ചർച്ചയിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്നതാണ് സൂചനകൾ ലഭ്യമാകുന്നത്. ഇന്ത്യ-അമേരിക്ക ബന്ധം വളരെ ദൃഢതയിലാണ് ഇപ്പോൾ പോകുന്നത്. 2018 മുതൽ അമേരിക്കയുമായി ഇന്ത്യ നടത്തിയിട്ടുള്ള $20 ബില്യൺ, അതായത് ഏകദേശം 1.7 ലക്ഷം കോടി രൂപയുടെ ഇടപാടുകളാണ്. ഇന്ത്യയിൽ 31 പ്ലേറ്റഡ് ഡ്രോൺ ഇടപാടും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമായ HIL-ഉം അമേരിക്കൻ പ്രതിരോധ കമ്പനിയായ ജനറൽ ഇലക്ട്രോണിക്കും അടുത്ത തലമുറ ലഘു യുദ്ധ വിമാനങ്ങൾക്കുള്ള എഞ്ചിൻ സംയുക്തമായി വികസിപ്പിച്ച് എടുക്കാനുള്ള ചർച്ചകൾ നടത്തിവരികയാണ്. 2024 മോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിലാണ് ഇതു സംബന്ധിച്ച ചർച്ചകൾ നടന്നത്. നിലവിൽ ഇന്ത്യൻ നിർമ്മിത തേജസ് വിമാനത്തിന് എഞ്ചിൻ നടക്കുന്നത് ജനറൽ ഇലക്ട്രിക് ആണ്. നിലവിൽ ഈ എഞ്ചിൻ വിതരണത്തിൽ കാലതാമസം നേരിടുന്നുണ്ട്. തേജസ് MK2 വരുന്നതോടെ തന്നെ അതിനുതകുന്ന എഞ്ചിൻ പുതിയതാക്കണമെന്നതാണ് ഇന്ത്യയുടെ നിലപാട്. അതേപോലെ തന്നെ ഇന്ത്യ-ചൈന ബന്ധം യുദ്ധത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഇന്ത്യക്ക് അമേരിക്ക പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യൻ കരസേനയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ചൈനയുമായുള്ള സംഘർഷ മേഖലകളിൽ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള കവചിത വാഹനങ്ങളുടെ അഭാവമായിരുന്നു. ഇപ്പോൾ അമേരിക്കൻ കമ്പനിയായ ജനറൽ ഡൊമിനിക്കസിന്റെ സ്ട്രൈക്കർ എന്ന കവച വാഹനം ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. നേരത്തെ അമേരിക്കൻ സാങ്കേതിക വിദ്യയിലുള്ള ആയുധ നിർമ്മാണം അമേരിക്കയ്ക്ക് പുറത്തുനിന്ന് അവർ അനുവദിച്ചിരുന്നില്ല. സ്ട്രൈക്കിന്റെ കാര്യത്തിൽ ആ തീരുമാനം മാറ്റിയേക്കും. അതേപോലെ തന്നെ അമേരിക്കയ്ക്ക് പുറത്തുള്ള ആദ്യത്തെ നിർമ്മാണ കേന്ദ്രമാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നതും. 8 വീലുകളുള്ള കവചിത വാഹനമായ സ്ട്രൈക്കിന് IED സ്ഫോടനങ്ങളെ വരെ ചെറുക്കാനുള്ള കഴുത്തുണ്ട്. മാത്രമല്ല അഫ്ഗാനിസ്ഥാനിൽ ഉൾപ്പെടെ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന ഭൂപ്രദേശങ്ങളിൽ സ്ട്രൈക്കിന്റെ പ്രവർത്തനം വിജയകരമായിരിക്കും. സൈനികരെ സുരക്ഷിതമായി യുദ്ധമുന്നണിയിലേക്ക് എത്തിക്കുവാനും പരിക്കേറ്റവരെ സുരക്ഷിതമായി മാറ്റാനുമായി 2 വിഭാഗത്തിൽ ഇതിനെ നിർമ്മിക്കുന്നുണ്ട്. 2002 അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായ സ്ട്രൈക്കർ ഇപ്പോഴും സർവീസിലുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.